ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡെഡ് ലോക്കിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡെഡ് ലോക്ക്, അതിൻ്റെ സിസ്റ്റം മോഡലാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ സെറ്റ് ഓഫ് പ്രോസസ്സസ് ഹോൾഡ് സം റിസോഴ്സസ് ആൻഡ് വെയിറ്റ് ഫോർ സം അതർ റിസോഴ്സ് ദാറ്റ് ആർ ഹോൾഡ് ബൈ അതർ പ്രോസസ്സസ് അല്ലേ. അതായിരുന്നു ഒരു ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിംഗിളായിട്ട് ഒരു റൂട്ടുണ്ട്. ഇപ്പോൾ ഒരു രീതിയിലൊരു സിംഗിൾ പാസേജ്, ആ പാസേജിൻ്റെ രണ്ട് സൈഡിലൂടെ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിലൂടെ അറ്റ് എ ടൈം ഒരൊറ്റൊരു വെഹിക്കിളിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു വെഹിക്കിൾ വന്നു, ഈ ഒരു സൈഡിൽ നിന്ന് ഒരു വെഹിക്കിൾ വന്നു. ഓക്കെ, അപ്പോൾ രണ്ട് വെഹിക്കിളിനും തീർച്ചയായിട്ടും അറ്റ് എ ടൈം പോകാൻ വേണ്ടി പറ്റില്ല. ഒരു വെഹിക്കിൾ എന്ത് തന്നെയായാലും പിന്മാറേണ്ടി വരും. നമ്മൾ റിവേഴ്സ് ഗിയർ എടുക്കേണ്ടി വരും അല്ലേ. ഒന്നുകിൽ ഫസ്റ്റ് വൺ ആയിരിക്കാം, അതല്ലെങ്കിൽ സെക്കൻഡ് വൺ ആയിരിക്കാം. അപ്പോൾ ഇത് രണ്ടും പിന്മാറാൻ തയ്യാറല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വെഹിക്കിളും ഓക്കെ ഞാൻ പിന്മാറാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു ഡെഡ് ലോക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. അതുപോലുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ രണ്ടോ അതിലധികമോ പ്രോസസ്സസ്, ആ പ്രോസസ്സസ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തു, മറ്റൊരു റിസോഴ്സിനെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ വെയിറ്റ് ചെയ്യുന്ന റിസോഴ്സ് വേറെ ഏതെങ്കിലും പ്രോസസ്സ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ വരുന്നതാണ് നമ്മുടെ ഒരു ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ, അത് ഒരു ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാനുള്ള നെസസറി കണ്ടീഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അവിടെ എന്തായാലും ഡെഡ് ലോക്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. അത്തരം സിറ്റുവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ deadlock situation can arise if the following 4 conditions hold simultaneously in a system. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടെ തീർച്ചയായിട്ടും ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ഒക്കർ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് ആ 4 സിറ്റുവേഷൻസ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഏതൊക്കെയാണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഡെഡ് ലോക്കിൻ്റെ നെസസറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 3 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതോരോന്നും എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ എ നോൺ ഷെയറബിൾ മോഡ്. That is, only one process at a time can use the resource. If another process requests that resource, the requesting process must be delayed until the resource has been released. അപ്പോൾ ഒരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും റിസോഴ്സ് നോൺ ഷെയറബിൾ മോഡിലായിരിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ മറ്റൊരു പ്രോസസ്സിന് ആ സെയിം റിസോഴ്സിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ആ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും നേരം അതിൻ്റെ പ്രോസസ്സ് എന്തായിരിക്കും? ഡിലേഡ് ആയിരിക്കും. അപ്പോൾ അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നോൺ ഷെയറബിൾ ആയിട്ടുള്ള മോഡിലാണ് റിസോഴ്സ് എങ്കിൽ നമുക്കതിന് എന്തു പറയാം? അതൊരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹോൾഡ് ആൻഡ് വെയിറ്റ്. എ പ്രോസസ് മസ്റ്റ് ബി ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ടു ഒക്കർ അഡീഷണൽ റിസോഴ്സ് ദാറ്റ് ആർ കറൻ്റ്ലി ബീങ് ഹെൽഡ് ബൈ അതർ പ്രോസസ്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി ഒരു ഡെഡ് ലോക്കിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതായത് രണ്ട് പ്രോസസ്സസ് P1 ആൻഡ് P2, P1 ആൻഡ് P2 ഇതാണ് രണ്ട് പ്രോസസ്സസ്. ഇനി ഇവിടെ രണ്ട് റിസോഴ്സസ് R1 ആൻഡ് R2. അപ്പോൾ ഇങ്ങനെ രണ്ട് റിസോഴ്സസ് ഉണ്ട് എങ്കിൽ നമ്മൾ റിസോഴ്സസ് ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി P1 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഈ ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രോസസ്സിന് ഏത് വേണം? R2 എന്നുള്ളത് വേണം. അപ്പോൾ R2ലേക്ക് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. അതേസമയം ഈ P2 എന്നുള്ള പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? P2 ഇതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്? ഇതിനു വേണ്ടി
വെയിറ്റ് ചെയ്യാണ്, അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു പ്രോസസ്സിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കറൻ്റ്ലി ബീങ് ഹെൽഡ് ബൈ അതർ പ്രോസസ്സസ്. അപ്പോൾ അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഒന്നിനെ ഹോൾഡ് ചെയ്യുന്നു, മറ്റൊന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതേ സിറ്റുവേഷനിൽ വേറൊരു പ്രോസസ്സിന്, ആ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? ഈ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആ ഒരു റിസോഴ്സിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വേറൊരു പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഹോൾഡ് ആൻഡ് വെയിറ്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? അവിടെയും ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാം. ഓക്കെ, അതാണ് സെക്കൻഡ്. മൂന്നാമത്തെ കേസാണ് നോ പ്രിയംഷൻ. റിസോഴ്സസ് ക്യാൻ നോട്ട് ബി പ്രിയംപ്റ്റഡ്. ദാറ്റ് ഈസ് എ റിസോഴ്സ് ക്യാൻ ബി റിലീസ് only voluntarily by the process holding it after the process has completed its task. നമുക്ക് ഷെഡ്യൂളിംഗ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പ്രിയംഷൻ നോ പ്രിയംഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ റിസോഴ്സസിനെ നമുക്ക് പ്രിയംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നോക്കാം. അതല്ല എങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ഡെഡ് ലോക്ക് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ, ഒക്കെ ചെയ്യാനുള്ള നെസസറി ആയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നോ പ്രിയംഷൻ. റിസോഴ്സസ് ക്യാൻ നോട്ട് ബി പ്രിയംപ്റ്റഡ്. ദെൻ ഫോർത്ത് വൺ, സർക്കുലർ വെയിറ്റ്. A set P0, P1, etc. Pn of waiting processes must exist such that P0 is waiting for a resource held by P1, P1 is waiting for a resource held by P2, etc. Pn is waiting for a resource held by Pn and Pn is waiting for a resource held by P0. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു സർക്കുലർ വെയിറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ രണ്ട് പ്രോസസ്സ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ P1, P2, etc. Pn ഇത്രയും പ്രോസസ്സ് ഉണ്ട്. അതൊരു റിസോഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്, വേറൊരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആര് ഹെൽഡ് ചെയ്യുന്നുണ്ട്? P2 ഹെൽഡ് ചെയ്യുന്നുണ്ട്. P2 ഏതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്? R3. അങ്ങനെ ഓരോന്നും നോക്കുന്നു. അങ്ങനെ Pn എന്ന് പറയുന്നത് ഏതാണ്? Pn ഹോൾഡ് ചെയ്യുന്നത് സപ്പോസ് Rn എന്ന് പറയുന്ന റിസോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഇനി ഇത് ഏതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? P1 ഏതാണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതായത് R1. ഓക്കെ, P1 ഹോൾഡ് ചെയ്യുന്ന റിസോഴ്സ് ഒന്ന് R1 ആണല്ലോ. അപ്പോൾ R1 വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്കിവിടെ താഴോട്ടാണ് വരയ്ക്കേണ്ടത്, താഴോട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു സർക്കുലാർ കണ്ടീഷനാണ്, സർക്കുലാർ വെയിറ്റ് കണ്ടീഷനാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സർക്കുലാർ വെയിറ്റ് കണ്ടീഷനിലും അവിടെ നമുക്കൊരു ഡെഡ് ലോക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: P1, R1, P2, R2. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ കണ്ടീഷനല്ലേ വരുന്നത്. അപ്പോൾ ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ that are the main 4 necessary conditions for occurring a deadlock. Then conclusion, we emphasize that all 4 conditions must hold for a deadlock to occur. The circular wait condition implies the hold and wait condition. So the 4 conditions are not completely independent. അപ്പോൾ നമ്മൾ നേരത്തെ സർക്കുലർ വെയിറ്റ് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ പറഞ്ഞപ്പോൾ അത് രണ്ടും ഏകദേശം നമുക്ക് ഈക്വലൻ്റ് ആയിട്ട് തോന്നാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ 4 കണ്ടീഷൻസും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം അവിടെ പല ഡിപ്പെൻഡൻസി നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഡെഡ് ലോക്കിൻ്റെ ആ ഒരു നെസസറി കണ്ടീഷൻസ് പറയുമ്പോൾ അതൊരിക്കലും പരസ്പരം ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് 4 കണ്ടീഷൻസ് ദാറ്റ് മസ്റ്റ് ഹോൾഡ് ഫോർ എ ഡെഡ് ലോക്ക് ടു occur. ഏതൊക്കെയായിരുന്നു? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, നോ പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ് ആൻഡ് സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷൻസും നമ്മൾ ആ ഒരു ഡെഡ് ലോക്ക് നെസസറി കണ്ടീഷൻസിൽ ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.